പ്രശ്നങ്ങൾ പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഈ ഇരിക്കുന്ന സ്ഥലം തന്നെ അഞ്ചുതെങ്ങ് ഗ്രാമപഞ്ചായത്തിൽ മുമ്പ് പലതവണ ഞാനിവിടെ വന്നിട്ടുള്ളതാണ്. അപ്പോഴൊക്കെ കണ്ടിട്ടുള്ള ഒരു ശോചനീയ അവസ്ഥ നന്നായി നേരിട്ട് മനസ്സിലാക്കിയ ഒരാളെന്ന നിലയിൽ ഇപ്പൊ വന്നപ്പോൾ ഇവിടെ ഉണ്ടായ ഒരു മാറ്റം, അതായത് ഈ ഒരു ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെന്റ് എങ്ങനെ ചലിക്കുന്നു അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതിന്റെ ഒരു വലിയ ഉദാഹരണം കൂടിയാണ് ഇപ്പൊ ഇവിടെ വന്നപ്പോൾ ഈ വികസന പ്രവർത്തനം ഈ ഹാളിന്റെ ആയാലും ഓഫീസിന്റെ ആയാലും ഒക്കെ കാണാൻ വേണ്ടി സാധിച്ചത്. അപ്പോ നമ്മുടെ ഇപ്പോ ഭരിക്കുന്ന ഗവൺമെന്റിന്റെ ഒരു പ്രവർത്തന മികവ് കൂടി ഇതിനകത്ത് നമുക്ക് വ്യക്തമാകുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതോടൊപ്പം തന്നെ നേതൃത്വം നൽകാൻ നല്ലൊരു നേതൃത്വം നമുക്കുണ്ട് എങ്കിൽ നമ്മുടെ ആ പഞ്ചായത്തിന് ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും ദീർഘവീക്ഷണമുള്ള പദ്ധതികളും കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു ലൈബ്രറി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. അതോടൊപ്പം തന്നെ നമ്മുടെ അഞ്ചുതെങ്ങിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രസക്തമായ ഭാഗം എന്ന് പറയുന്നത് അഞ്ചുതെങ്ങ് കോട്ടയാണ്. ആ അഞ്ചുതെങ്ങ് കോട്ടയും അതിന്റെ അഞ്ചുതെങ്ങ് കലാപവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രവർത്തനം നടത്തുന്നുണ്ടല്ലോ. അപ്പോ അതിനെ സംബന്ധിച്ചുള്ള ഒരു വിശദാംശം എന്താണ്? അതിനെ സംബന്ധിച്ച് സുവിനീറോ അങ്ങനെ എന്തോ ഇറക്കാൻ പദ്ധതി ഉണ്ട് എന്ന് ഞാൻ അറിഞ്ഞായിരുന്നു. അതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാം. രണ്ടായിട്ട് നമുക്ക് പറയാം. നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഓഫീസ് കണ്ടപ്പോൾ ഇങ്ങനൊരു സന്തോഷം തോന്നി എന്ന് പറഞ്ഞാൽ നമുക്ക് അഭിമാനമുണ്ട്. കാരണം ആദ്യം നമ്മൾ ഇരിക്കുന്ന നന്നാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. നമ്മുടെ ഓഫീസിലേക്ക് വരുന്ന ആളുകൾ അതിനെ കൊള്ളാം, ഒരു പഞ്ചായത്ത് ഓഫീസാണ് എന്ന് പറയാൻ തക്ക തരത്തിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. ഒരു പൈസ പോലും സാധാരണക്കാരുടെ വികസന പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന പൈസകളല്ല. ഇതെല്ലാം കാലാകാലങ്ങളിൽ ഗവൺമെന്റ് മെയിൻ്റനൻസ് ഗ്രാന്റ് ഇനത്തിലും മറ്റുമൊക്കെ തന്നെ നമുക്ക് പൈസ അനുവദിച്ചിരുന്നുണ്ട്. മെയിൻ്റനൻസ് ഗ്രാന്റിന്റെ പ്രത്യേകത ഉള്ളത് വിട്ടുകിട്ടപ്പെട്ട സ്ഥാപനങ്ങൾക്ക് മാത്രമേ ചെയ്യാൻ കഴിയൂ, പഞ്ചായത്ത് ഓഫീസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ ചില മേഖലകളിൽ ചില ഫണ്ടുകളൊക്കെ കണ്ടെത്തി, ധനകാര്യ കമ്മീഷൻ തുകകളുണ്ട്, അതുപോലെ കേന്ദ്രാവശ്യ ഫണ്ടുകളുണ്ട്, അതൊക്കെ നമ്മൾ കണ്ടെത്തി അതിൽ കുറച്ച് മാറ്റിവെച്ചാണ് ഇത്തരത്തിൽ ഒരു മോടി പിടിക്കുന്ന ഓഫീസാക്കി അല്ലെങ്കിൽ ആളുകളിടയിൽ ഒരു മതിപ്പുണ്ടാക്കുന്ന ഒരു ഓഫീസാക്കി നമ്മുടെ പഞ്ചായത്ത് ഓഫീസ് കണ്ടാൽ ആ കൊള്ളാം എന്ന് പറയുന്ന തരത്തിലേക്ക് മാറ്റിയെടുക്കാൻ കഴിയുള്ളൂ. അത് മാത്രമല്ലേ നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത്, പറഞ്ഞു ലൈബ്രറി പ്രവർത്തനം ആരംഭിച്ചില്ല, ഉടൻ ആരംഭിക്കുന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞ ഈ സ്മരണീയ കൂടി ഇറക്കി ലൈബ്രറിയുടെ ഉദ്ഘാടനം നടത്താൻ വേണ്ടി കാത്തിരിക്കുകയാണ്. മറ്റൊന്ന്, നമ്മുടെ പഞ്ചായത്തിൽ പലതും നടത്താൻ മടിക്കുന്ന ഒരു ഭാഗമാണ് പകൽ വീട്. എനിക്കൊരു അഭിമാനമുള്ള ഒരു പദ്ധതിയാണ്. കാര്യം പലപ്പോഴും നമ്മുടെ വീട്ടിലുള്ള 60 വയസ്സ് മുകളിൽ പ്രായമുള്ള ആളുകൾ ഒറ്റപ്പെട്ട് വീട്ടിൽ കഴിയുകയാണ്. മക്കൾ ജോലിക്ക് പോകും, ചെറുകുട്ടികൾ പഠിക്കാൻ പോകുമ്പോൾ അവർ ഒറ്റയ്ക്കാണ്. ആ ഒറ്റയ്ക്കുള്ള ആളുകളെ പരിചരിക്കാൻ വേണ്ടി, അവരുടെ മാനസിക ഉല്ലാസം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഒരു പകൽ വീട് സംവിധാനം നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അത് നമ്മൾ മഹാകവി കുമാരനാശാൻ കവിത എഴുതിയ ചെമ്പകത്തറയിലാണ് അവിടെയുള്ള നമ്മുടെ ഒരു കെട്ടിടം ഉണ്ടായത്. ആ കെട്ടിടം മോഡിഫൈ ചെയ്താണ് നമ്മൾ ചെയ്തത്. എന്ന് ചെന്ന് അവിടെ കാണുമ്പോൾ മനസ്സിലൊരു സന്തോഷമുണ്ട്. കാര്യം അവിടെ വരുന്ന അമ്മമാർ, 60 വയസ്സ് മുകളിൽ പ്രായമുള്ള അമ്മമാർ അവിടെ വന്ന അവസ്ഥയല്ല ഈ ഒരു വർഷം കഴിഞ്ഞപ്പോൾ അവിടെ കാണുമ്പോൾ. ഞങ്ങൾ കൊടുത്തുകൊണ്ടാണ് അവർ ആരോഗ്യവതിയായി എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ എന്നാലും അവിടെ വന്നപ്പോൾ ഉണ്ടായ അവരുടെ മാനസികമായ മാറ്റം, കൃത്യമായ ആഹാരം, രാവിലെ നമ്മൾ അവർക്ക് രാവിലെ സ്നാക്സ് കൊടുക്കും. വീട്ടിൽ നിന്ന് കാപ്പി കഴിച്ചിട്ട് വരുന്ന സ്നാക്സ് കൊടുക്കും. ഉച്ചയ്ക്ക് 6 ദിവസവും അതിൽ 3 ദിവസം നമ്മുടെ മത്സ്യമാണ് നമ്മൾ കൊടുക്കുന്നത്, 2 ദിവസം വെജിറ്റേറിയൻ കൊടുക്കും. എല്ലാ ശനിയാഴ്ചയും നമ്മൾ ചിക്കനും കൂട്ടി ഫ്രൈഡ് റൈസ് കൊടുക്കും. വൈകുന്നേരം ആകുമ്പോൾ അവർക്ക് റാഗി അല്ലെങ്കിൽ ഞുറുക്ക് ഗോതമ്പിന്റെ പായസം അല്ലെങ്കിൽ ഏത്തപ്പഴം അല്ലെങ്കിൽ അവൽ വിളയിച്ചത്, അങ്ങനെ മാറി 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 എല്ലാ ദിവസവും നമ്മൾ അവരെ കൊടുക്കും. മക്കളെ കൊണ്ടുവരുന്ന പോലെ രാവിലെ വീട്ടിൽ പോയി അവരെ എടുത്ത് ഈ പകൽ വീട്ടിൽ കൊണ്ടുവന്ന് 4 മണിയാകുമ്പോൾ തിരിച്ച് വീട്ടിലേക്ക് എത്തിക്കുകയാണ്. അതിൽ വളരെ സന്തോഷവും മനസ്സിന് തൃപ്തിയും തോന്നിയ, നമ്മൾ ഒരുപാട് പൈസകളൊക്കെ ചിലവഴിച്ച് റോഡും പാലും ഇതിനേക്കാൾ കൂടുതൽ ഒരു മനസ്സിന് തൃപ്തി തോന്നിയ ഒരു പദ്ധതിയാണ് പകൽ വീട്. മറ്റൊന്ന്, കോവിഡിന് ശേഷം ഉണ്ടായ വലിയ പ്രതിഭാസമാണ് അഭ്യസ്തവിദ്യരായിട്ടുള്ള വനിതകൾ മത്സ്യക്കച്ചവടത്തിലേക്ക് വന്നിട്ടുണ്ട്. അത് നമ്മുടെ വളരെ ശ്രദ്ധയിൽപ്പെട്ടുള്ള കാര്യമാണ്. ആ മത്സ്യക്കച്ചവടം ചെയ്യുന്ന വനിതകൾക്ക് വീടുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞങ്ങൾ പഞ്ചായത്ത് സമിതി ആലോചിച്ചു, അവർക്ക് നമുക്ക് സഹായിക്കണം. നമ്മുടെ കൈപ്പുസ്തകത്തിനകത്ത് നമ്മൾ കുലം ആലോചിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ നമുക്ക് മാർഗരേഖയുണ്ട്. ആ മാർഗരേഖയ്ക്കകത്ത് നമുക്ക് ചെയ്യാൻ കഴിയും. അതിനകത്ത് നിന്നുകൊണ്ട് നമ്മൾ അവർക്ക് 2 വീലർ ഐസ് ബോക്സും കൊടുത്തു. 50% സബ്സിഡിയോട് വരും.
ആ 50% സബ്സിഡിയോടുകൂടി നമുക്ക് 2 വീലറും ഐസ് ബോക്സും കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതും നമുക്ക് വളരെ അഭിമാനമുള്ള ഒരു കാര്യമായി നമുക്ക് മാറ്റാൻ കഴിയും. മറ്റുള്ളതൊക്കെ സാധാരണ കിടക്കുന്ന പാലങ്ങളും റോഡുകളൊക്കെ സാധാരണ നടക്കുന്ന നിരവധിയായ പദ്ധതികളിൽ ചിലത് മാത്രമാണ്. അതുപോലെ നമുക്കുള്ള ഏറ്റവും വലിയ ആഗ്രഹം തോന്നിയ പദ്ധതിയാണ് സ്ത്രീകളുടെ ആർത്തവ സമയത്ത് അവർ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന പാഡുകൾ. ആ പാഡുകളുടെ ഒരു നിയന്ത്രണം ഉണ്ടാകണം. അത് ഞങ്ങൾ ഇടയ്ക്ക് കിലയിലെ ക്ലാസ് പോയപ്പോഴാണ് അങ്ങനെ ഒരു ഐഡിയ അവർ പറയുകയും അത് മനുഷ്യർക്കൊപ്പമാണ് അവർക്കിപ്പോൾ അഭികാമ്യമായിട്ടുള്ളത്, അത് കൊടുക്കണം എന്ന് നമ്മുടെ തീരദേശ പഞ്ചായത്ത് ഞാൻ അത് ഒരു ചലഞ്ച് പോലെ ഏറ്റെടുത്തു. കാര്യം വിദ്യാഭ്യാസമുള്ള ആളുകൾ ഉപയോഗിക്കുന്നതാണ് ഇത്തരം കാര്യം. ഇത് നമ്മുടെ തീരദേശത്തൊന്നും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ തന്നെ ഒരുപാട് താമസമാണ്. പക്ഷെ അത് നമുക്ക് ഭംഗിയായി നമ്മുടെ മെഡിക്കൽ ഓഫീസേഴ്സിൻ്റെയൊക്കെ സഹായത്തോടു കൂടി അത് നമുക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തി ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതും ഒരു വലിയ ഒരു സന്തോഷവും വളരെ അഭിമാനവും ഉള്ള കാര്യമായി തോന്നി. ഓരോരോ പദ്ധതികൾ നമ്മൾ എടുത്താലും എല്ലാ പദ്ധതികളിലും നമുക്ക് മാതൃകാപരമായുള്ള പ്രവർത്തനം നമുക്ക് കാണിക്കണം. ഇപ്പൊ ഏറ്റവും അവസാനം ശുചിത്വമായ പദ്ധതിക്ക് നമ്മൾ പറയാം. ആ ശുചിത്വത്തിന് മുമ്പ് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ അവസരം പറയാം. ഞങ്ങൾക്ക് NRES സംവിധാനമുണ്ട്. ആ NRESിലുള്ള നമ്മുടെ സാധ്യത അതിവിദൂരമാണ്. നമുക്ക് എന്തും ചെയ്യാൻ കഴിയും. ആ സാധ്യത നമുക്ക് സ്ഥല സൗകര്യം നേരത്തെ പറഞ്ഞ പോലെ 3.36 ചതുരശ്ര കിലോമീറ്റർ ഒരു സ്ഥലം പോലും തുണ്ടുഭൂമി നമുക്കില്ല. പക്ഷെ നെടുങ്കണ്ട ആ MMFPS എന്ന LP സ്കൂളിനോട് ചേർന്ന് കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ആ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അവരുപയോഗിച്ചുകൊണ്ട് ഒരു നന്നായ ഒരു ഫുട്ബോളും ഒരു വോളിബോളും ഒരു ഷട്ടിൽ കോർട്ട് നമുക്ക് മറ്റൊരു പഞ്ചായത്തും ചെയ്യാൻ സാധ്യതയുള്ള പഞ്ചായത്ത് പോലും അത് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള നമ്മുടെ ഇത്തരം നമ്മുടെ യുവാക്കൾക്ക് അവരുടെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അവർ മദ്യത്തിനും മയക്കുമരുന്നിനും പോവുകയാണ്. അത് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയുന്ന ഇത്തരം കളിസ്ഥലങ്ങളാണ് എന്നുള്ള ബോധ്യമുള്ളതുകൊണ്ടാണ് അവരെ അത്തരത്തിലേക്ക് കൊണ്ടുവരുന്നത്. അതുപോലെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പദ്ധതിയാണ് 5 പൈസ ചെലവ് നമുക്ക് ഉണ്ടാകുന്നത് പ്രോജക്റ്റ് വെച്ചിരുന്ന നമ്മൾ പരാതിരഹിത പഞ്ചായത്ത്. സ്വകാര്യ എന്നെ കളിയാക്കിയിട്ട് ഒരുപാട് വരും. എന്താ നിങ്ങൾ പരാതിരഹിതം എന്ന് പറയുന്നത്? ഇവിടെ ഇനി പരാതി ഉണ്ടാവില്ലേ? പരാതി ഉണ്ടാവില്ല എന്ന അർത്ഥത്തിലല്ല പറയുന്നത്. നിലവിൽ നമുക്കറിയാം നിരവധി കേസുകൾ നമുക്കുണ്ട്. ആ കേസ് ഒന്നും തന്നെ കോടതി കയറി ഇറങ്ങി തീർപ്പാക്കാൻ കഴിയാത്ത അവസ്ഥയിൽ കിടക്കുന്നു. അപ്പൊ അത് കോടതിയിൽ പോകാനുള്ള ബുദ്ധിമുട്ടുണ്ടാലും കേസ് കൊടുക്കാതിരിക്കുന്നത്. ഇവരുടെയൊക്കെ വീടുകളിലേക്ക് ഞങ്ങൾ പോയി ഞങ്ങളുടെ താലൂക്ക് ലീഗൽ അതോറിറ്റി ആയി സമീപിച്ചിട്ടാണ്. നമ്മുടെ അതിന്റെ ജില്ലയുടെ സെക്രട്ടറി ആയിട്ടുള്ള സബ് ജഡ്ജ് ഷംനാസ് സാറാണ് നമുക്കൊരു ആശയം കൊണ്ടുവരികയും അതിന്റെ ഭാഗമായി നമ്മൾ അതിന്റെ പ്രാരംഭ പ്രവർത്തനം എല്ലാം പൂർത്തിയായി, സർവേയും പൂർത്തിയായി കഴിഞ്ഞു. എല്ലാ വീട്ടിലും പോയി അവരുടെ വീട്ടിൽ എന്താണ് പ്രശ്നം, എന്ത് കേസുണ്ട്, അതിലിറക്കമുണ്ടോ, അല്ലെങ്കിൽ മറ്റേതിന് നിലവിൽ സിവിൽ കേസുകൾ നിലവിലുണ്ടോ, അല്ലെങ്കിൽ നിലവിൽ ക്രിമിനൽ കേസുണ്ടോ, അതിന്റെ കേസ് നമ്പർ എത്ര എന്നൊക്കെ ചോദിച്ച് മേടിച്ച് അതിന്റെ ലീഗൽ സർവീസർമാരുടെ റിപ്പോർട്ട് തയ്യാറാക്കി. വരും ദിവസങ്ങളിൽ അതിന്റെ അദാലത്ത് നടക്കാൻ പോവുകയാണ്. 21-ാം തീയതി അദ്ദേഹം നമ്മൾ വിളിച്ചിരിക്കുകയാണ്. ആ 21 കഴിഞ്ഞാൽ നമ്മൾ അന്ന് വെച്ച് ഡേറ്റ് ഇടും. ആ ഡേറ്റ് അദാലത്ത് പ്രഖ്യാപിച്ചാൽ ആ അദാലത്ത് നടത്തി ഇവിടെയുള്ള കേസുകൾ തീർപ്പാക്കി അത്തരമുണ്ടാകുന്ന തീർപ്പിന് ജില്ലാ കോടതിയുടെ അനുമതിയോടുകൂടി അല്ലെങ്കിൽ ജില്ലാ കോടതിയുടെ ബൈൻഡിങ് ഉണ്ടാകുമെന്നാണ് സാർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെ അതിന് അപ്പീൽ ചെയ്യാൻ ജില്ലയിൽ മാത്രമേ പിന്നെ പറ്റൂ. അങ്ങനെ ഒരു പരാതിരഹിത പഞ്ചായത്ത് എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു കൺസെപ്റ്റ് നടപ്പിലാക്കാൻ കഴിയുന്നുണ്ട്. അഞ്ചുതെങ്ങുമുള്ള പ്രദേശമാണ് ഏറ്റവും പിന്നോക്കം നിൽക്കുന്നതും വൃത്തിയുടെ കാര്യത്തിലായാലും മറ്റും പിന്നോക്കം നിൽക്കുന്ന പ്രദേശം. ഇവിടെ തിരുവനന്തപുരം ജില്ലാ കളക്ടർ വളരെ സന്തോഷവും നമുക്ക് അഭിമാനമുണ്ടെന്നേ. ജില്ലാ കളക്ടർ 21 കേന്ദ്രങ്ങളെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ ഹരിത ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായി പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞ് ലിസ്റ്റ് ചെയ്യപ്പെട്ടു. ആ ലിസ്റ്റ് ചെയ്യപ്പെട്ട ദിവസം പ്രഖ്യാപിക്കപ്പെടാൻ 5 കേന്ദ്രങ്ങൾ മാത്രമേ കഴിഞ്ഞുള്ളൂ. ആ 5 കേന്ദ്രവും അഞ്ചുതെങ്ങ് പഞ്ചായത്തിന്റെ കേന്ദ്രങ്ങളാണ്. ഒന്ന് അഞ്ചുതെങ്ങ് ലൈറ്റ് ഹൗസ്, മറ്റൊന്ന് അഞ്ചുതെങ്ങ് കോട്ട, ഒന്ന് ആശാൻ ജനിച്ച ആശാൻ സ്മാരകം, ആശാൻ കവിത എഴുതിയ ചെമ്പകത്തറ, മറ്റൊന്ന് നമ്മുടെ പൊന്നന്തുരുത്ത് ഗോൾഡൻ ഐലൻഡ്. ഈ 5 കേന്ദ്രങ്ങളിൽ നമുക്ക് ജില്ലാ കളക്ടറെ കൊണ്ടുവന്ന് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞെന്നുള്ളത് വലിയ നേട്ടമാണ്. എന്താണോ 5 നടക്കില്ല എന്ന് പറയുന്നത് അത് നടത്തിയെടുക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു ഇടപെടൽ നമ്മുടെ ഭരണസമിതികളുടെയും അതുപോലെ പൊതുജനങ്ങളുടെയും ഭാഗത്തുണ്ടാകുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. അങ്ങനെ മാതൃകാപരമായി എടുത്തു കാട്ടാൻ കഴിയുന്ന പദ്ധതി നമ്മൾ ചെയ്തിട്ടുണ്ട്. കായലോട് നമ്മൾ ചേർന്ന് കണ്ടൽക്കാടുകൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. കടൽ തീരത്ത് അത് നശിച്ചുപോയി. പക്ഷെ എന്നാലും ആ കടൽ തീരത്ത് ചേർന്നുകൊണ്ട് നമ്മൾ കണ്ടൽക്കാട് വെച്ച് പിടിപ്പിക്കാനുള്ള ശ്രമം നടത്തുകയുണ്ടായി. കഴിഞ്ഞ പരിസ്ഥിതി നമ്മൾ കായിക്കര മുതൽ നമ്മുടെ ഏതാണ്ട് ഒരു 3 കിലോമീറ്ററിനകത്ത് നമ്മൾ പുന്നത്തൈ നട്ടുപിടിപ്പിക്കുന്നത്. അങ്ങനെ ഹരിതാപവുമായ ഒരു പഞ്ചായത്ത് കൂടി ആക്കിയെടുക്കാൻ, വൃത്തിയും ഹരിതാപവുമായുള്ള പഞ്ചായത്തിൽ മാറ്റിയെടുക്കാനും അതോടൊപ്പം വ്യക്തിഗത ആനുകൂല്യം കിട്ടുന്ന ആനുകൂല്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പരിശോധിച്ച് നോക്കണം. ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഞാൻ ഈ പഞ്ചായത്ത് സമിതിക്കകത്തിരുന്നുകൊണ്ട് കൊടുത്തിട്ടുള്ള മുഴുവൻ സാധനങ്ങളും നിലവാരമുള്ള സാധനങ്ങളാണ്. 5 വർഷത്തിലേക്ക് ഒരു വലിയ പരാതി ഇതുപോലെ കൊച്ചു സ്വാഭാവികമാണ്. ഇലക്ട്രോണിക് സാധനം കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഉപ്പിന്റെ അവസ്ഥകളുണ്ടാകും. പക്ഷെ അതെല്ലാം ഒരു വലിയൊരു പരാതിയിലേക്ക് നമുക്ക് എത്തിയിട്ടില്ല. അത് കട്ടിലിന്റെ കാര്യത്തിലായാലും തന്നെ, കുട്ടികളുടെ പഠനോപകരണത്തായാലും, കമ്പ്യൂട്ടർ ആയാലും തന്നെ, മറ്റ് ഏത് കാര്യങ്ങളായാലും നമ്മൾ വാങ്ങിക്കൊടുക്കുന്ന കാര്യങ്ങൾ നിലവാരമുള്ള കാര്യങ്ങൾ വാങ്ങിക്കൊടുത്തിട്ടുള്ളത്
കാർഷിക മേഖലയിൽ വളരെ മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കടപ്പുറം മേഖലയിൽ ഇത് വിളയില്ല എന്ന് പറയുന്നിടത്ത് വിളയിച്ചെടുക്കുന്നതിന് ആവശ്യമായ ഇടപെടൽ നമ്മുടെ കൃഷി ഓഫീസുമായി ചേർന്ന് അങ്ങനെ ഒരു മേഖല മാത്രമല്ല, എല്ലാ മത്സ്യത്തൊഴിലാളികളെ സഹായിക്കുന്ന ഐസ് ബോക്സ് ആയാലും, അവർക്ക് വലയായാലും, അവർക്ക് ഫൈബർ കട്ടമരമായാലും ഇതൊക്കെ നിത്യ സമയങ്ങൾക്കുള്ളിൽ നമുക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ട്. അവർക്ക് ഒരു പൈസ വലിയ ആക്ഷേപം വന്ന് മത്സ്യമേഖലയിൽ ഉത്പാദന മേഖല വരുമ്പോൾ മത്സ്യമേഖല പൈസ മാറ്റി വെക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ തുക. നമ്മളിവിടെ ജനസംഖ്യയിൽ ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികളാണ്. അതുകൊണ്ട് ഉത്പാദന മേഖലയിൽ തുക മാറ്റി വയ്ക്കുമ്പോൾ ഏറ്റവും കൂടുതൽ തുക മാറ്റി വയ്ക്കുന്ന പ്രദേശ ഒരു ഭാഗമാണിത്. കഴിഞ്ഞ ദിവസം എന്റെ പ്രതിനിധികൾ സംസാരിക്കാൻ വന്നു. ഞാൻ അവിടെ കണക്ക് പറഞ്ഞു ചോദിച്ചു, ഇങ്ങനെ നമുക്ക് തരുന്നില്ലേ? അത് മാത്രമാണ്. ഇപ്പോൾ വീട് മെയിൻ്റനൻസ് വന്നാൽ അവർക്ക് കിട്ടുന്നില്ലേ? വീട് വന്നാൽ അവർക്ക് കിട്ടുന്നില്ലേ? ഈ കൃഷിയുടെ ആനുകൂല്യമെല്ലാം അവർക്ക് കിട്ടുന്നില്ലേ? ഇതെല്ലാം അതിനുപരിയായി കിട്ടുന്നതാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ആനുകൂല്യം ആ മേഖലയെ നമ്മൾ പരിപാലിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നത് മതിയായെന്ന് വെച്ചാൽ പോരാ. കൂടുതൽ അവരെ ഇതിൽ കൊണ്ടുവരേണ്ടതുണ്ട്. ആ എല്ലാ മേഖല, ആ മേഖല മാത്രമല്ല മുഴുവൻ മേഖലയും നമുക്കത് മാറ്റിയിരിക്കേണ്ടതുണ്ട്. അതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടർന്ന് നമ്മൾ നടത്തിയിട്ടുണ്ട്. അതിൽ വലിയ അഭിമാനവുമുണ്ട്. തുടർന്ന് വരുന്ന ഭരണസമിതിയിലും ഈ തുടർച്ച നടത്തിക്കൊണ്ടു പോകുമെന്നാണ് എൻ്റെ വിശ്വാസം. മറ്റൊന്ന്, നേരത്തെ പറഞ്ഞ കോട്ടയമായി നമ്മുടെ ലൈബ്രറിയുമായി ബന്ധപ്പെട്ട വിഷയം. ഞങ്ങളുടെ പഞ്ചായത്ത് സമിതി വരുമ്പോഴാണ് അഞ്ചംഗ കലാപം 1721 അഞ്ചംഗ കലാപം ഉണ്ടാവുന്നത്. അത് ചരിത്രകാരന്മാർ അവരുടെ യുക്തിക്കനുസരിച്ച് വളച്ചൊടിച്ച് താറ്റിക്കൽ കലാപമാക്കി മാറ്റിയിരിക്കുകയാണ്. അഞ്ചംഗം കോട്ട ഇരിക്കുന്നത് ആലോചിച്ച് എവിടെയാണെന്നാണ്. കോട്ട അഞ്ചംഗിലായിരിക്കും. പക്ഷെ ആ കലാപത്തിന് അഞ്ചംഗം നേരിടാൻ കഴിയുന്നില്ല എന്നാണ്. ബ്രിട്ടീഷുകാരുടെ അല്ലെങ്കിൽ ഗഫോർട്ട് എന്ന് പറയുന്ന പട്ടാള മേധാവി, ആ പട്ടാള മേധാവിയുടെ ദാഷ്ട്യം പിടിച്ച പ്രവർത്തികൾ ഈ കോട്ടയ്ക്ക് മുമ്പിലൂടെ പോകുന്നത് ആരും അഞ്ചേങ്ങാറേ പോകുന്നുള്ളൂ. അറ്റിങ്ങിനോ വെള്ളപ്പുഴയിലോ അല്ലെങ്കിൽ കിളിമാനിലോ മഞ്ഞാറമോ ആളുകൾ പോകുന്നില്ല. ഇതുവഴി പോകുന്ന ആളുകളുടെ മുഖത്ത് നോക്കി അവരെ അസഭ്യം പറയുക, അവരെ അഴുക്ക് വെള്ളം കോരി ഒഴിക്കുക, അവരെ പള്ളു വിളിക്കുക ഒരു നിരന്തര സംഭവമായിരുന്നു ഇത്. അത് മാത്രമാണോ? കപ്പം പിരിക്കൽ, അമിതമായ കപ്പം പിരിക്കൽ, ആ രീതിയിൽ ഒരു അസ്വസ്ഥത വരുത്തുന്ന ആളായിരുന്നു ഗഫോർട്ട് എന്ന പട്ടാള മേധാവി. ഈ കുരുവിളവിന്റെ ചുങ്കമൊക്കെ ആ മേഖലകളെയും കൂടെ അതിനകത്ത് നമ്മൾ കുടിയിരിക്കാൻ കഴിയുന്നില്ല. അദ്ദേഹത്തിനെതിരായിട്ട് വലിയൊരു പ്രതിഷേധം ഉണ്ടായിരുന്നു. ഈ 1721 കലാപം വലിയൊരു കലാപമായിരുന്നെങ്കിൽ അതിനു മുന്നേ നിരവധിയായിട്ടുള്ള കൊച്ചു 5-8 കലാപങ്ങൾ പല ഭാഗങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. ഇവർക്കെതിരായിട്ട് ഇവരെ ഉപരോധിക്കൽ, ഇവരെ ഉപദ്രവിക്കലൊക്കെ ജനങ്ങൾ ആകെ പൊറുതിമുട്ടിയ ശേഷമാണ് ഈ രാജ്ഞിക്ക് അറിയാമായിരുന്നു ഇവിടെ ഇത് കലാപം ഈ ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള വലിയൊരു പ്രതിഷേധം ജനങ്ങളിലുണ്ട്. ഈ കപ്പം പിടിച്ച പൈസ രാജ്ഞിക്ക് കാഴ്ചവെക്കാൻ വേണ്ടി ഇപ്പൊ നമ്മൾ കൂടുന്ന ദിവസം അതിന് തൊട്ട് തലേ ദിവസമാണ്. മേടമാസത്തിലെ 1-ാം തീയതി കാഴ്ചവെക്കാൻ കൊണ്ടുപോയതാണ് മേട വിഷുവിന്. നാളെയാണ് ആ ദിവസം വരുന്നത്. ആ മേട വിഷുവിന് കാഴ്ചവെക്കാൻ കൊണ്ടുപോകുമ്പോഴാണ് ഈ ആഡംബരമായി പോകാൻ പാടില്ല എന്ന് രാജ്ഞി പറഞ്ഞു. പക്ഷെ അത് കേൾക്കാതെ അദ്ദേഹം ആ 140ഓളം വരുന്ന പട്ടാളവും അവിടെ ഉണ്ടായിരുന്ന അടിമകളുമായി ചേർന്നുകൊണ്ട് ആഡംബരത്തിലൂടെ പോകുന്ന സാഹചര്യം ഉണ്ടായി. സ്വാഭാവികം നമ്മൾ ഒരാളിനെ അടിക്കാൻ നോക്കുമ്പോൾ അദ്ദേഹത്തിന് തിരിച്ചടിക്കാൻ പ്രാപ്തിയില്ലാത്ത അല്ലെങ്കിൽ ദുർബലമായി നിൽക്കുന്ന ഏത് മേഖലയിൽ നോക്കിയാൽ നമ്മൾ അടിക്കുന്നത്. അതിന് പറ്റിയ സ്ഥലമായിരുന്നു കൊല്ലമ്പുഴ. അവിടെയാണ് ഈ സംഭവം നടന്നത്. അതിൽ വഞ്ചിമടം പിള്ളയും അതുപോലെ വെട്ടിപ്പിള്ളമാരുടെ ഒക്കെ തന്നെ സഹായം ഈ കൊട്ടാരവുമായി അല്ലെങ്കിൽ ഈ നമ്മുടെ ബ്രിട്ടീഷുകാരുമായി എതിർക്കുന്ന എല്ലാ ശക്തികളും ഒന്നിച്ചുകൂടിയാണ് ആ കലാപം നടന്നത്. ഞാൻ അതിന് ദീർഘമായി പോകുന്നില്ല. ആ കലാപത്തിന് ശേഷം 5 സംഘങ്ങളുള്ള ഒരു പേര് മറന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ 6 മാസക്കാലം ഈ കോട്ട 5 സംഘിലെ ആളുകൾ വളഞ്ഞിടുകയുണ്ടായി. ഈ കലാപത്തിന് ശേഷം 1721 ആ കലാപം നടന്ന് ഗഫോർട്ട് അടക്കമുള്ള പട്ടാള നേതാക്കൾ മരിച്ച് പക്ഷേ ബാക്കി വന്ന അടിമകളായിട്ടുള്ള ആളുകളും കുറെ പട്ടാളക്കാർ കൂടെ തിരിച്ച് കോട്ടയ്ക്കകത്ത് വന്നു. ആ കോട്ടയ്ക്കകത്ത് വന്ന ശേഷം ഇവിടുത്തെ ആളുകൾ ജനങ്ങൾ ഈ ഈ തോക്കുധാരികളായിട്ടുള്ള പട്ടാളത്തെ വെറും ആയുധമൊന്നുമില്ലാതെ ഈ ജനങ്ങൾ ഈ കോട്ട വളയുകയുണ്ടായി. തലശ്ശേരിയിൽ നിന്നും അതുപോലെ തന്നെ തങ്കശ്ശേരിയിൽ നിന്നും പട്ടാളമെത്തിയാണ് മോചിപ്പിച്ചതെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ 6 മാസക്കാലം അതിനകത്ത് ഇറങ്ങാൻ കഴിയാത്ത തരത്തിലേക്ക് അതിന് വളയുകയുണ്ടായി ഇവിടെ ജനങ്ങൾ. ഒരു ബ്രിട്ടീഷ് സമരം അല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യ സമരം സംഘടന രൂപീകരിക്കുന്ന മുമ്പ് തന്നെ നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ സ്വാതന്ത്ര്യം ഉണ്ടാകണം എന്നുള്ള ആഗ്രഹമുണ്ടാകുകയും അതിനെതിരായി ഒരു നേതാവില്ലാതെ തന്നെ പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്തു. വലിയ നേതാക്കന്മാർ മരിക്കാത്തതുകൊണ്ട് നമുക്ക് ആ കലാപത്തെ നമുക്ക് അങ്ങനെ ദുർബലമായി പോവുകയുണ്ടായി. ആ കലാപത്തിന്റെ 300-ാം വാർഷികം ഞങ്ങളുടെ ഭരണപതി സമരം സമയത്താണ് നടന്നത്. അത് നമ്മൾ അഹമ്മദ് നേതൃത്വത്തിൽ നിന്ന് മന്ത്രിയെ കൊണ്ടുവന്ന് വലിയൊരു പരിപാടി സംഘടിപ്പിക്കുകയും ഒരു വലിയ സെമിനാർ സംബന്ധിച്ച് വളരെ ഗംഭീരമാക്കി നമുക്ക് എടുക്കാൻ കഴിഞ്ഞു. അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ പ്രബന്ധങ്ങളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സ്മരണിക ഞാൻ ഈ മാസം ഇറക്കുകയാണ്. അതിന്റെ
അത് ഒത്തിരി നീണ്ടുപോയി. കാര്യം ഇതിന്റെ പ്രവർത്തനങ്ങളിൽ ഒത്തിരി മറ്റു പഞ്ചായത്തിന്റെ പ്രവർത്തനത്തിൽ വന്നപ്പോഴേക്കും ഇച്ചിരി താമസം വന്നുപോയി. എനിക്ക് ഈ 14-ാം തീയതി ഇറക്കണം എന്നായിരുന്നു എന്റെ മനസ്സിലുണ്ടായിരുന്നത്. നടന്നില്ല. എന്നാൽ ഈ മാസം തന്നെ അതിന്റെ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അന്ന് തന്നെ ഈ അഞ്ചുതെങ്ങ് കലാപത്തിന്റെ 300-ാം വാർഷിക സ്മാരകമായി ഉള്ള ലൈബ്രറി കൂടി പഞ്ചായത്ത് തുറന്നുകൊണ്ട് അത്തരത്തിൽ കൂടി ഒരു ലൈബ്രറി ഒരു സ്റ്റെപ്പ് കൂടി നമ്മൾ ഇതിനകത്ത് വെക്കാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. പൊതു ഇടങ്ങളിൽ മൂത്രപ്പുരകൾ അല്ലെങ്കിൽ വിശ്രമ കേന്ദ്രങ്ങൾ ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ ഗവൺമെന്റ് അതിനൊരു പരിഹാരം എന്നുള്ള നിലയിലാണ് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള വിശ്രമ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാനായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് ആവശ്യപ്പെടുന്നത്. ഇവിടെ അഞ്ചുതെങ്ങ് ഗ്രാമപഞ്ചായത്തിൽ എവിടെയാണ് അത് സ്ഥലം കണ്ടത്? എന്താണ് അതിന്റെ ഒരു പ്രവർത്തനം? അങ്ങനെ ഒരു പ്രവർത്തനം നടത്തിയിട്ടുണ്ടോ? മറ്റൊന്ന് ചോദിക്കാനുള്ളത്, നമ്മളിപ്പോ നേരത്തെ പറയുകയുണ്ടായി നമ്മുടെ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അഞ്ചുതെങ്ങിന്റെ ടൂറിസം സാധ്യതകൾ വളരെയധികം ഉള്ള ഒരു സ്ഥലമാണ്. അപ്പൊ ആ ടൂറിസം പദ്ധതിയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അഞ്ചുതെങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രത്യേകം എന്തെങ്കിലും പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ടോ? അതല്ലെങ്കിൽ വേറെ നമ്മളെ ഈ പ്രദേശവാസികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ പറ്റുന്ന തരത്തിലുള്ള എന്തെങ്കിലും പ്രൊജക്റ്റുകൾക്ക് നേതൃത്വം നൽകുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും പ്രവർത്തനങ്ങളുടെ പണിപ്പുരയിലാണ്? ഇതിലൊന്ന് വഴിയിട, അതാണ് ഒരു പ്രധാന വിഷയമാണെന്ന്. അതിന് മുന്നേ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ പഴയ പഞ്ചായത്ത് പ്രസിഡന്റ് ശശാങ്കണ്ണൻ പ്രസിഡന്റായിരുന്ന കാലഘട്ടത്തിൽ, അതായത് 95 മുമ്പാണ് ഇവിടെ പേ ആൻഡ് ഡ്യൂസ്, അന്നൊന്നും ഈ കാലത്ത് പേ ആൻഡ് ഡ്യൂസിൽ ഒരു പ്രധാനം വന്ന കാലഘട്ടമല്ല. പേ ആൻഡ് ഡ്യൂസിൽ ഞങ്ങളുടെ പഞ്ചായത്ത് ഓഫീസ് ചേർന്ന ആ ഭാഗത്ത് വനിതകൾ നടത്തുന്ന ഒരു പൊതു കക്കൂസ്. നമ്മൾ നോക്കണം, എത്രയോ വർഷമായി ഞങ്ങളിപ്പോൾ അതിലേക്ക് 10-30 വർഷമായി നമ്മളതിൽ നടക്കുകയല്ലേ. ഒരാളിന് പോലും മൂക്കുപൊത്തിയിലേക്ക് പോകേണ്ടി വന്നിട്ടില്ല. അഞ്ചുതെങ്ങാണ്, അത് മനസ്സിലാക്കണം, അഞ്ചുതെങ്ങാണ്. ബാക്കി ഏത് പൊതു ഇടത്തിലുള്ള മൂത്രപ്പുരകൾ വന്നാലും അവിടെ നമുക്ക് മൂക്ക് പൊത്താതെ പോകാൻ കഴിയും. അങ്ങനെ വൃത്തിയായി സൂക്ഷിക്കുന്ന ഒരു പൊതു ഇടം ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു. പക്ഷേ ഞങ്ങളുടെ ഭരണസമിതി വരുമ്പോൾ അന്ന് അത് തൊട്ട് മുമ്പ് വരുന്ന ഗവൺമെൻറ് പിന്നെ അവിടെ ഒരു നയത്തിൻ്റെ ഭാഗമായിരുന്നു എല്ലാ പിന്നെ ഗ്രാമപഞ്ചായത്തുകളിലും ഇത്തരത്തിലുള്ള അത് സ്നാക്സ് അങ്ങനെ കൊടുക്കാൻ കഴിയുന്ന, ചായയെ കൊടുക്കാൻ കഴിയുന്ന ടോയ്ലറ്റ് സംവിധാനമുള്ള ഒരു കേന്ദ്രം ഉണ്ടാകണം എന്നുള്ളത്. അപ്പം അത് അനുസരിച്ച് സ്ഥലം കണ്ടെത്താൻ നമുക്ക് പഞ്ചായത്ത് ഭൂമിയില്ലായിരുന്നു, പുറമ്പോക്ക് ഭൂമി ഉണ്ടെങ്കിൽ കൊടുക്കണമെന്ന് പറഞ്ഞു. അന്ന് ഇരുന്ന ഭരണസമിതി വളരെ കാര്യക്ഷമമായി തന്നെ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടെ തന്നെയാണ് നമ്മുടെ പഞ്ചായത്ത് ഓഫീസ് തൊട്ട് മുമ്പിലുള്ള ഫിഷറീസിൻ്റെ ഒരു കേന്ദ്രമുണ്ടായിരുന്നു. പണ്ടത്തെ ARC സ്കീം അനുസരിച്ച് ചെയ്ത ഒരു സ്ഥലം അവിടെ സാമൂഹിക കേന്ദ്രമായി മാറുകയാണ്. അപ്പോൾ അവിടെ ഒരു സ്ഥലം നമുക്കിത് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ള അർത്ഥത്തിൽ ആ സ്ഥലം ഐഡന്റിഫൈ ചെയ്തു, കളക്ടർക്ക് കൊടുത്തു. ബഹുമാനപ്പെട്ട കളക്ടർ ആ സ്ഥലം നമുക്ക് അളന്ന് തിട്ടപ്പെടുത്തി 3 സെന്റ് സ്ഥലം അതിനുവേണ്ടി നമുക്ക് അനുവദിക്കപ്പെടുകയും ചെയ്തു. നമ്മൾ വരുമ്പോഴേ തന്നെ ടെൻഡർ നടപടിയൊക്കെ പൂർത്തിയാക്കിയിരുന്നു. ടെൻഡർ ഫിക്സ് ചെയ്ത് നമ്മുടെ പഞ്ചായത്ത് സമിതി അന്വേഷിച്ചിട്ടുണ്ട്. ടെൻഡർ ഫിക്സ് ചെയ്തു, പണി ആരംഭിച്ചു കഴിഞ്ഞപ്പോഴേക്കും നേരത്തെ പറഞ്ഞ ഇവിടുത്തെ വലിയ പൊതു കാര്യ പ്രശസ്തർ രംഗത്ത് വരികയും അവർ ഇതിനെതിരെ പരാതി, ഇത് തീരദേശ പരിപാലന അതോറിറ്റിയുടെ അനുമതി മേടിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ആദ്യം ഒരു പരാതി കൊടുത്തു. അതിനുശേഷം അത് നിൽക്കുന്നില്ല എന്ന് തോന്നിയപ്പോഴേക്കും പിന്നെ കൊണ്ടുവന്നു ഫിഷറീസിന്റെ ഇത് ARC സ്കീമിന്റെ ഭാഗമായിട്ടൊരു ഇത് പിന്നെ KC കിടക്കുന്ന സ്ഥലമാണ്. അതായത് കേരള ബാങ്കും ഇപ്പോഴത്തെ അന്നത്തെ ജില്ലാ സഹകരണ ബാങ്കും ഗവൺമെന്റും തമ്മിലുള്ള ഒരു കേസിൽ കിടക്കുന്ന പ്രദേശമായിരുന്നു. അത് വെച്ചിട്ട് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന് പരാതി കൊടുക്കുകയും ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് അതിന്റെ ഭാഗമായി അത് തടയുകയും ചെയ്ത സാഹചര്യം ഉണ്ടായി. പക്ഷേ കളക്ടർ ഞങ്ങളതിന് ഉത്തരവാദിയില്ല. കാര്യം കളക്ടർ ഞങ്ങൾക്ക് എഴുതുന്നതിന്റെ ഫലമായിട്ടാണ് ഞങ്ങൾ ആ പണി ആരംഭിച്ചത്. പക്ഷെ അതിനകത്ത് പിന്നെ നമുക്ക് തുറന്ന് പ്രവർത്തിക്കാൻ കഴിയില്ല. കാര്യം അവരത് പിന്നെ വിട്ടുതരാൻ തയ്യാറല്ല എന്നുള്ള ഭാഗത്തെത്തുകയും അതിന്റെ ഭാഗമായി നമുക്ക് തുടർന്ന് പണി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. പണി ചെയ്ത ആളിന് പൈസ കൊടുത്തിട്ടില്ല, അദ്ദേഹം കോടതിയിൽ കേസ് എഴുതിയിരിക്കുകയാണ്, അദ്ദേഹം പൈസ കൊടുത്തിട്ടില്ല. ഒരു വലിയ നമുക്ക് അത് ആർക്കും ദോഷം ഉണ്ടാകുന്നില്ല. നമുക്ക് ഇപ്പോഴും തീരദേശ ഭാഗം നേരത്തെ പറഞ്ഞ ടൂറിസ്റ്റ് കേന്ദ്രമായൊക്കെ വരുന്ന ഫലമായി എപ്പോഴും ആളുകൾ വരാൻ സാധ്യത. അപ്പോൾ അവർക്കൊരു ഒരു പൊതു ഇടം വേണം എന്നുള്ള തരത്തിലേക്കാണ് ഗവൺമെന്റ് അങ്ങനെ കണ്ടിട്ടുണ്ടായത്. പക്ഷെ അത് നമുക്ക് നടപ്പിലാക്കാൻ കഴിയില്ല. ഇപ്പോഴത് പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ തന്നെ അതിൻ്റെ ഒരു 2-3 കമ്പി എണീറ്റ് നിൽക്കുന്ന അവസ്ഥയിൽ വളരെ മാനക്കേടായി നിൽക്കുന്ന സ്ഥിതിവിശേഷം നമുക്ക് നിലനിൽക്കുകയാണ്. മറ്റു സ്ഥലം നമുക്ക് കണ്ടെത്താൻ കഴിയിട്ടില്ല. അതാണ് അതിനെ സംബന്ധിച്ചിടത്തോളം. ടൂറിസം നമ്മൾ നേരത്തെ പറഞ്ഞില്ല, നമ്മുടെ 5 കേന്ദ്രങ്ങൾ നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിയുന്നുള്ള ആ ഒരു അഭിമാനത്തിൽ നിന്നുകൊണ്ട് തന്നെ കളക്ടറുമായി നമ്മൾ ബന്ധപ്പെട്ടു. അതിന് മുന്നേ തന്നെ
നമ്മൾ ഹെറിറ്ററി ടൂറിസം ഒന്നും വേണ്ട, നമ്മൾ കായിക ആശാസ് പാർക്കിൽ ഒരു ഗ്രാമസഭ നടത്തുക. ആ ഹെറിറ്ററി ടൂറിസത്തിന്റെ ഭാഗമായി നമ്മളൊരു പാക്കേജ് പറഞ്ഞു. രാവിലെ ശിവഗിരിയിൽ നിന്ന് ആരംഭിക്കുന്ന ഒരു ടൂർ പാക്കേജ് പറഞ്ഞു. അത് നമ്മുടെ ആശാന്റെ ചെമ്പകത്തറയിൽ വന്നു. അവിടെ നിന്ന് ആ സൈറ്റ് വ്യൂ കണ്ടതിന് ശേഷം കായലിൽ കൂടി അവിടെ ബോട്ടിൽ കയറി പൊന്നന്തുരുത്തിൽ പോയി. പൊന്നന്തുരുത്തിൽ ആ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് ബോട്ട് വഴി തന്നെ കായിക്കര വന്നു. ആശാൻ സ്മാരകത്തിൽ കയറി അവിടെ ഉച്ചഭക്ഷണമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എന്താണോ അവിടെ ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് അത് ഏർപ്പാട് ചെയ്തു. അതിനുശേഷം ബോട്ട് വഴിയോ അല്ലെങ്കിൽ റോഡ് വഴിയോ ഏത് മാർഗമാണെങ്കിലും സ്വീകരിച്ചുകൊണ്ട് അഞ്ചുതെങ്ങ് കോട്ട വന്ന് കോട്ടയിൽ കയറി ലൈറ്റ് ഹൗസും കണ്ട് അവിടെ നിന്ന് സ്നാക്സ് എന്തെങ്കിലും കഴിച്ച് ചായയും കുടിച്ച് അവിടെ നിന്ന് തിരിച്ച് നമുക്ക് മുതലപ്പുഴയിലേക്ക് പോയാൽ മുതലപ്പുഴയിലെ ആ ഭാഗത്തുള്ള ആ കായൽ സൗന്ദര്യവും കണ്ട് സായാഹ്നവും സൂര്യാസ്തമനവും കണ്ട് നമുക്ക് ഒരു ടൂർ പാക്കേജ് അവസാനിപ്പിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഒരു പാക്കേജ് ഹെറിറ്ററി ടൂറിസത്തിന് കൊടുത്തു. പക്ഷെ അത് അന്ന് ഗ്രാമസഭ കൂടി നമ്മൾ പ്രപ്പോസ് ചെയ്താണ്. അതിൻ്റെ ഒരു തുടർച്ച നമുക്കുണ്ടായില്ല. ഇപ്പോൾ നമ്മൾ വീണ്ടും നേരത്തെ ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ പ്രഖ്യാപിച്ച ഫലമായി കളക്ടറുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു. പക്ഷേ നമ്മുടെ MLA ബന്ധപ്പെട്ട് സംസാരിച്ചു. അങ്ങനെ കഴിഞ്ഞ ദിവസം MLAയുടെ ഒരു ശ്രമകരമായിട്ടാണ് ഒരു ബോട്ട് ജെട്ടി നമുക്ക് ഇതിന്റെ ഭാഗമായി അനുവദിക്കാം, എവിടെ പറ്റുമെന്ന് ചോദിച്ചു. അങ്ങനെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ സുഭാഷ് എന്നാണ് അന്ന് ഇവരെയും കൊണ്ടുവരുന്നത്, എന്നെ വിളിക്കുന്നത്. അങ്ങനെ സുഭാഷിന്റെ നേതൃത്വത്തിൽ അവിടെ നിന്ന് ഒരു ടീം വന്നു. ഞാൻ ആദ്യം പറഞ്ഞ സ്ഥലം മീരാങ്കടവ് പാലമാണ്. ആ മീരാങ്കടവ് പാലത്തിന് താഴ്വശം പഴയ പാലം പൊളിച്ച ആ പ്രദേശമുണ്ട്. അവിടെ നമുക്കിപ്പോൾ സാമൂഹിക വിരുദ്ധ കേന്ദ്രമായും വേസ്റ്റുകളുടെ സ്ഥലമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നമുക്കൊരു ബോട്ട് ജെട്ടി കിട്ടിയാൽ ഞാൻ ഈ പറഞ്ഞ പ്രോജക്റ്റ് നമുക്ക് നടപ്പിലാക്കാൻ കഴിയും. ഒരു ചെറിയ ഹൗസ് ബോട്ട് അല്ലെങ്കിൽ കൊച്ചു ബോട്ടുകളാണ്. അങ്ങനെ ഇത്തരത്തിലുള്ള ആ കായൽ സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് നമുക്ക് ഒരു പദ്ധതി വെക്കാൻ കഴിയും. ഈ സ്ഥലത്ത് ഈ കിടക്കുന്ന സ്ഥലം നമുക്കിപ്പോൾ നമ്മളിപ്പോൾ NH-ലൂടെ പോകുമ്പോൾ ചില പാലത്തിലേക്ക് അടിവശം ലൈറ്റൊക്കെ ഇട്ട് അല്ലെങ്കിൽ അവിടെ പെയിന്റൊക്കെ അടിച്ച് ഭംഗിയാക്കിയിട്ടുണ്ട്. അതുപോലെ ലൈറ്റ് അടിച്ച് പെയിന്റ് അടിച്ച് ഭംഗിയാക്കി ഒരു ചിൽഡ്രൻസ് പാർക്ക് കൂടി, ഒരു ഗാർഡനും വെച്ച് ചിൽഡ്രൻസ് പാർക്ക് കൂടി ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രപ്പോസൽ അന്ന് കൊടുത്ത് ഭാഗ്യം പോലെ നമുക്കത് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. 1.5 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് നമുക്കതിനൊരു അംഗീകാരം കിട്ടുന്നുണ്ട്. അതുകൂടി അവസരത്തിൽ നിങ്ങളോടൊപ്പം ആദ്യമായി പറയുന്ന നിങ്ങളോടൊപ്പം അതുകൂടി പങ്കുവയ്ക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അത്തരത്തിലൊരു പ്രോജക്റ്റ് കൂടി നമ്മൾ കഴിയുന്നതായിരിക്കും നടപ്പിലാകുന്നെങ്കിലും നമുക്ക് തുടക്കം കുറിക്കാൻ കഴിയുന്നുള്ള ആഗ്രഹം നമുക്കതിനകത്ത്